സത്യത്തിൽ ഈ മുഹമ്മദ് റിയാസനന് ആ വേദിയിൽ എന്ത് കാര്യമാണുള്ളത്? ആ വേദിയിൽ മുഹമ്മദ് റിയാസനന് എന്ത് കാര്യമാണുള്ളത്? എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ഡിജിറ്റൽ യുഗ അവതാരമാണ് ഈ മനുഷ്യൻ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ഡിജിറ്റൽ യുഗ അവതാരം എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എല്ലാം ഞമ്മന്റെയാണ് എന്നുള്ളതാണല്ലോ പറച്ചിൽ. പക്ഷെ ഇവിടെ കയറ്റിയിരുത്താൻ അല്ലെങ്കിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കാൻ തക്ക എന്ത് യോഗ്യതയാണ് ആ മനുഷ്യനിൽ കാണുന്നത്? തിരിച്ചറിവോ വകതിരിവോ ഉള്ളവനായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു കൊതിക്കെറിവ് രചന അയാളിൽ നിന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അല്ലേ? അതല്ലേ നേരെ? സംഭവിക്കില്ലായിരുന്നു. സംസ്ഥാന ചക്രവർത്തിയായ ദ്വിമാറ തസ്കരോത്തമ സുൽത്താന്റെ പൊണ്ടാട്ടി പെറ്റവളുടെ അന്തപുരത്തിൽ ഓളുടെ 2ാം നമ്പർ കണവനായി അന്തി ഉറങ്ങാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് മാത്രമല്ലേ ഈ മുഹമ്മദ് റിയാസനന് ആ സദസ്സിൽ തന്നെ കാലുകുത്താൻ സാധിച്ചത്? അതുകൊണ്ട് മാത്രമല്ലേ അത്രയെങ്കിലും അവിടെ വരെയെങ്കിലും എത്താൻ, ആ സദസ്സിലെങ്കിലും എത്താൻ സാധിച്ചത്? എങ്ങനെയാണ് ഓളുടെ അന്തപുരത്തിലേക്ക് കയറിക്കൂടിയതെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്റെ ഒരു നിഗമനം ഞാൻ പറയാം, ഭാവനയിൽ വിരിഞ്ഞതാണ്. കോരവംശ ചക്രവർത്തി ചെയ്തിട്ടുള്ള സകലമാന കൊള്ളരുതായ്മകളും ക്രൈമൻ നന്ദകുമാരൻ എന്ന് പറയുന്ന ഒരു പാണൻ രേഖയാക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആപ്പീസിൽ. ഒരു ദിവസം രാത്രി ഈ മുഹമ്മദ് റിയാസനും ഓന്റെ അടിമക്കണ്ണന്മാരും കൂടി ക്രൈമൻ നന്ദകുമാരന്റെ ആപ്പീസ് കുത്തി തുറന്ന് കോരവംശ ചക്രവർത്തിക്കെതിരെയുള്ള തെളിവുകളെല്ലാം സ്വന്തം കക്ഷത്തിലോട്ടാക്കി. ശേഷം കുത്തി തുറന്ന ആപ്പീസ് കത്തിച്ചു. ക്രൈമൻ നന്ദകുമാരന്റെ ആപ്പീസ് കത്തുന്ന വെളിച്ചത്തിലാവണം ചോരള രാജ്യത്തെ രാജകുമാരിയുടെ അന്തപുരത്തിലേക്കുള്ള വഴി നമ്മുടെ ഈ മുഹമ്മദ് റിയാസനൻ കണ്ടെത്തിയതെന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം, മനസ്സിലാക്കൽ, ബോധ്യം. ഭാവന പറഞ്ഞതാണ്. എന്തായാലും അതാണ് പോങ്ങന്റെ ഒരു വിശ്വാസം. നമസ്കാരം. പൊങ്ങുമൂടൻ ഭാഷ കൊണ്ട് നമ്മെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അതേപോലെ പ്രതികരിപ്പിക്കാൻ നമ്മളെ പ്രചോദനം നൽകുകയും ചെയ്യുന്ന പൊങ്ങുമൂടൻ. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ റിയാസിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ എത്രമാത്രം വാസ്തവമാണെന്ന് ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന റിയാസ് എങ്ങനെയാണ് നമ്മുടെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ കല്യാണം കഴിക്കാനും അങ്ങനെ അന്തപുരത്തിൽ എത്തിച്ചേരാനും ഉണ്ടായത് എന്ന് പൊങ്ങുമൂടൻ ഒരു ലളിതമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സത്യം അത് തന്നെയാണ്. 2005 ഫെബ്രുവരി 2 ക്രൈമിൻ്റെ ഓഫീസ് വൈകുന്നേരം 5:30 മണിയോടുകൂടി റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുകയാണ്. കോഴിക്കോട് ഓഫീസിൽ അന്ന് മാനേജരും അതേപോലെ രാജൻ എന്ന് പറയുന്ന കാഷ്യറും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 ഓഫീസാണ് ഉണ്ടായിരുന്നത്. ഒരു ഓഫീസ് ആർക്കും അറിയില്ലായിരുന്നു. കാരണം ഞങ്ങളവിടെ ഞങ്ങളുടെ രഹസ്യ രേഖകളെല്ലാം അടക്കം, ഇത്തരം കിട്ടുന്ന രേഖകളടക്കം എല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ക്രൈമിൻ്റെ ഓഫീസ് 2005 ഫെബ്രുവരി 2 കത്തിക്കുന്നത്. 2 ഓഫീസുണ്ട്. ഒരു ഓഫീസ് കോഴിക്കോട് KMA ബിൽഡിങ്ങിൽ മുന്നിലായിരുന്നു. ഈ ഓഫീസ് തൊട്ടടുത്ത് ഉള്ളിലായിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് 3ാം നിലയിൽ ആയിരുന്നു. പക്ഷേ ഈ ഓഫീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് കോഴിക്കോട് ഗീതാഞ്ജലി പ്രസ്സിൽ ഇവർക്ക് ഒരു ക്രൈമിൻ്റെ ഒരു കോപ്പി കിട്ടുകയും അത് കിട്ടിയ ഗീതാഞ്ജലി പ്രസ്സിൽ പോവുകയും അവർ ഞങ്ങളുടെ ഓഫീസിൽ കൃത്യമായി മാനേജറെ കാണേണ്ട സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുകയും ചെയ്യുന്നത്. മുഹമ്മദ് റിയാസിന് പോലും അറിയില്ലായിരുന്നു ആ ഓഫീസ്. പക്ഷേ കൃത്യമായി ഗീതാഞ്ജലി പ്രസ്സിൽ നിന്ന് സ്ഥലം പറഞ്ഞ് മനസ്സിലാക്കിയോട് കൂടിയിട്ടാണ് അവിടെ എത്തിയത്. അതിന് കാരണം അന്ന് ഇറങ്ങിയ ക്രൈമിൻ്റെ ലക്കം എന്ന് പറയുന്നത് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന പേരിൽ, ലാവ്ലിൻ കേസിൽ കള്ളൻ എന്ന പേരിൽ ഇറങ്ങിയ ലക്കമാണ്. മാത്രമല്ല പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ജുഗുപ്സാപരമായ അഴിമതികളുടെയും അതേപോലെയുള്ള തട്ടിപ്പുകളുടെയും കൃത്യമായ വിവരണങ്ങൾ അതിലുണ്ടായിരുന്നു. അത് പുറത്തിറങ്ങിയാൽ പിണറായി വിജയനുണ്ടാകുന്ന ഡാമേജ് ചെറുതായിരിക്കില്ല. അത്രയും ഞെട്ടിക്കുന്ന തെളിവുകളാണ് പിണറായി വിജയനെക്കുറിച്ച് ക്രൈം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂരിലേക്ക് കുടുംബസമേതം പോയിക്കൊണ്ടിരുന്നത്
അതിനിടെ ഇന്ത്യൻ എയർലൈൻസ് സമ്മാനം അടക്കം കിട്ടിയത് സ്ഥിരമായിട്ട് നിരന്തരമായി യാത്ര ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടെ യാത്ര ചെയ്ത യാത്രക്കാരെന്നുള്ള വിധത്തിൽ അവാർഡ് കിട്ടിയത് ഒക്കെ തന്നെ അദ്ദേഹത്തിന് സിംഗപ്പൂർ യാത്രയിലൂടെയാണ്. ഈ സിംഗപ്പൂർ എന്താണ് പ്രത്യേകത? സിംഗപ്പൂരിലായിരുന്നു പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായിരുന്നത്. ആ കമ്പനി അവിടെ രൂപീകരിച്ചതൊക്കെ അതിന് കാരണം SNC ലാവ്ലിനുമായിട്ടുണ്ടായിട്ടുള്ള വിദ്യുച്ഛക്തി കരാറിലൂടെ നിയമവിരുദ്ധമായൊരു കരാറിൽ ഏർപ്പെടുകയും 278 കോടി രൂപയോളം തട്ടിപ്പ് നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മലബാറിലെ ക്യാൻസർ രോഗികൾക്കെന്ന പേരിൽ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ ഇവർ സഹായധനം നൽകാമെന്ന് പറഞ്ഞിരുന്നു. SNC ലാവ്ലിൻ കനേഡിയൻ കമ്പനിയുടെയും മറ്റുള്ള ഏജൻസികളുടെ എല്ലാം ഇതായിട്ട് ഡൊണേഷനായി കൊടുക്കും എന്നാണ് പറഞ്ഞത്. 98.3 കോടി രൂപയാണ് മലബാർ ക്യാൻസർ സെൻ്ററിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. അതിൽ 12 കോടി രൂപയോളം പിണറായി വിജയൻ്റെ ബിനാമി സ്ഥാപനം എന്നറിയുന്ന ടെക്നിക്കാലിയ എന്ന സ്ഥാപനത്തിലേക്കാണ് ഫെറ ലംഘനം നടത്തി വന്നത്. കാരണം നേരിട്ട് ഈ കമ്പനിയിലേക്ക് അയക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ച പ്രത്യേക അക്കൗണ്ട് വഴി മലബാർ ക്യാൻസർ സെൻ്ററിലേക്കാണ് വരേണ്ടത്. മലബാർ ഈ കൺസ്ട്രക്ഷൻ തന്നെ പകുതി കമ്മീഷൻ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ 12 കോടി അവിടെ വരുത്തിച്ചത്. ബാക്കി 98.3 കോടിയിൽ 87 കോടി രൂപ എവിടെ പോയി? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായിരുന്നു 75 കോടി രൂപ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് വന്നതിൻ്റെ രേഖയാണ്, ബാങ്ക് അക്കൗണ്ടാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. എനിക്ക് തന്നത് ഈ ബാലാനന്ദനായിരുന്നു. അതോടൊപ്പം തന്നെ ലാവ്ലിൻ കേസിലെ എല്ലാ തരത്തിലുള്ള ഇല്ലീഗാലിറ്റിയുടെ എല്ലാ രേഖകളും ബാലാനന്ദൻ തന്നു. 100 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതിയുടെ നവീകരണവും പുനരുദ്ധാരണവും പൂർണ്ണമായി നടത്താമെന്ന് പറഞ്ഞിരിക്കെ 100 കോടിക്ക് ചെയ്യാമെന്നിരിക്കെ 278 കോടി രൂപയ്ക്കാണ് യാതൊരു ആഗോള ടെൻഡർ വിളിക്കാതെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും കേരള സർക്കാരിൻ്റെയും കേന്ദ്ര പവർ അതോറിറ്റിയുടെയും അംഗീകാരമില്ലാതെ പിണറായി വിജയൻ എഗ്രിമെൻ്റ് കൊടുത്തത്. അങ്ങനെ ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ CITയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും അതേപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പറും അതോടൊപ്പം MP-യുമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കമ്മീഷൻ റിപ്പോർട്ട് കംപ്ലീറ്റ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിന് തയ്യാറായത്. ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ബെല്ല് പൂർത്തീകരിക്കാവുന്ന പദ്ധതിയാണ് കനേഡിയൻ കമ്പനിക്ക് കൊടുത്തത്. ഇതിലൂടെ നടന്ന അഴിമതിയാണ് ക്രൈം പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ വ്യക്തമായ രേഖകളാണ്. ഈ രേഖകൾ എൻ്റെ കൈവശമുണ്ടെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ എൻ്റെ നേതൃത്വം ഗുണ്ടകളെ പറഞ്ഞയക്കുമായിരുന്നു. ക്രൈമിൻ്റെ ഓഫീസിൽ കയറി അവിടെ മാനേജരെയും കാഷ്യർ രാജനെയും ക്രൂരമായി മർദ്ദിച്ച ശേഷം അളമാറയുടെ താക്കോലെല്ലാം തുറന്ന് ലാവ്ലിൻ രേഖകളും അതേപോലെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് രേഖകളും കവിയൂർ കേസിൻ്റെ രേഖകളെല്ലാം കൈപ്പറ്റിയ എടുത്ത ശേഷം ബാക്കിയെല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിക്കുമായിരുന്നു റിയാസ്. ഇതിൻ്റെ പേരിലാണ് 25 ദിവസം റിയാസ് ജയിലിൽ പോകേണ്ടി വന്നത്. 25 ദിവസമാണ് ജയിലിൽ പോകേണ്ടി വന്നത്. അതിന് പ്രതിഫലമായിട്ടാണ് പിണറായി വിജയൻ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതെന്നായിരുന്നു എല്ലാവരും ധരിച്ചത്. അതല്ല, ഈ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ 75 കോടിയുടെ രേഖകളും അതേപോലെ പിണറായി വിജയന് ഈ ലാവ്ലിൻ കമ്പനി കൊടുത്ത പണത്തിൻ്റെ എല്ലാം രേഖകളും എൻ്റെ കൈവശം വന്നപ്പോൾ അത് മുഹമ്മദ് റിയാസ് തട്ടിയെടുത്തപ്പോൾ അത് മുഹമ്മദ് റിയാസ് മനസ്സിലായി ഇതൊരു വലിയ ബോംബാണെന്ന്. അങ്ങനെ പിണറായി വിജയൻ അകത്താകുമെന്ന് കരുതിയിരുന്ന കേസിൽ രക്ഷപ്പെടാൻ സഹായിക്കുന്ന രേഖകളാണ് മുഹമ്മദ് റിയാസിൻ്റെ കൈവശമുണ്ട്. അങ്ങനെയാണ് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി തീർന്നത്. ആദ്യത്തെ വിവാഹത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നീട് ഒരു ലിവിങ് ടൂതർ ഉണ്ടായിരുന്നു. അതൊക്കെ അവരെ ഇഷ്ടക്കേട്, അതൊക്കെ അവരുടെ ഇഷ്ടം. മൂന്നാമത് റിയാസ് എത്തുന്നത് ഈ ബ്ലാക്ക് മെയിലിംഗ് കൂടിയാണെന്നുള്ള കഥ അന്നേ പ്രചരിച്ചിരുന്നു. മുഹമ്മദ് റിയാസ് ആരായിരുന്നു? മുഹമ്മദ് റിയാസ് കോഴിക്കോട് കമ്മീഷണറായിരുന്ന അബ്ദുൽ ഖാദറിൻ്റെ മകളനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു കുന്നംകുളത്തല്ല കുന്നംകുളത്തേനെ. ആ പറയുന്ന അബ്ദുൽ ഖാദറുടെ മകനായ മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഏരിയ സെക്രട്ടറി ആവുന്ന സന്ദർഭത്തിന് SFIയുടെ നേതാവൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു SFIയുടെ നേതാവായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച കുട്ടിക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ ക്രൂരമായ മർദ്ദനമായിരുന്നു. അവർ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. ആ പഠിക്കുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ ക്രൂരമായ രൂപത്തിലുള്ള പീഡനമായിരുന്നു ആ കുട്ടിക്ക് കിട്ടിയിരുന്നത്.
ആ കുട്ടിയുടെ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്, വിവാഹമോചന അഫിഡവിറ്റിൽ പറയുന്നുണ്ട്, നാഭിക്ക് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് മുഹമ്മദ് റിയാസ് പറയുമായിരുന്നു, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ 50 രൂപയ്ക്ക് നിന്നേക്കാൾ സുന്ദരികളായ പെണ്ണുങ്ങളെ കിട്ടാനുള്ളപ്പോൾ നിന്നെ ആർക്ക് വേണമടി എന്ന് അവർ പറഞ്ഞ അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസാണ് ആ സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കി 2 കുട്ടികളെ അടക്കം ചവിട്ടിപ്പുറക്കി യാതൊരു മനുഷ്യത്വവുമില്ലാതെ പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചത്. പിന്നീട് അങ്ങോട്ട് പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിക്കാനുണ്ടായ കാരണങ്ങൾ പറഞ്ഞല്ലോ. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ആവാനുള്ള തേരോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു വലിയ വിവാദത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിനടക്കം പുറത്താണ് ഇരുത്തിയിരുന്നത് സദസ്സിൽ. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രിയുടെ നോമിനിയായി അങ്ങനെ അദ്ദേഹം സ്റ്റേജിലിരുത്തി. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ മുഹമ്മദ് റിയാസ് ചെയ്യുന്നതും പിണറായി വിജയൻ ചെയ്യുന്നതും തെണ്ടിത്തരവും പരമ നാറിത്തരവും ചെറ്റത്തരവുമാണെന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അവർ ഏറ്റെടുത്ത് ഇങ്ങനെ അട്ടിമറിച്ചത്. മുമ്പ് ഉമ്മൻചാണ്ടി ഇതിനെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞൊരു പ്രസംഗമുണ്ട്. 6000 കോടി രൂപ അഴിമതിയാണ് അന്ന് പിണറായി വിജയൻ ആരോപിച്ചിരുന്നത്, ദേശാഭിമാനി ആരോപിച്ചിരിക്കുന്നത്. ആ ആരോപിച്ച കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ നിയമസഭയിലെ പ്രസംഗമുണ്ട്. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി എല്ലാ തരത്തിലും മോശപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സധൈര്യം ഞാനിത് എന്ത് പ്രതിസന്ധി വന്നാലും ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ചരിത്രപരമായ പ്രസംഗമാണ്. ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേര് അഴിമതി, നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും. അതോടൊപ്പം ദേശാഭിമാനി ഒന്ന് കാണാം. ഇതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മുന്നിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള വിഴിഞ്ഞം പോർട്ട് ആരുടെ സന്തതിയാണ്? ഉമ്മൻചാണ്ടിയുടെ UDFൻ്റെ സന്തതിയാണ്. അന്ന് അഴിമതി ആരോപണം ഉന്നയിച്ച് അതേപോലെ ഉമ്മൻചാണ്ടിയെ എല്ലാ തരത്തിലും മാനസികമായി തകർത്ത് രോഗിയാക്കി മാറ്റിയത് സരിതാ നായർ എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ലേഡിയെ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് വഴിയാണ്. ഏത് കുൽസിത മാർഗത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ വഴി തുറന്ന പിണറായി വിജയൻ മകളെ കെട്ടിച്ചു കൊടുത്ത് മുഹമ്മദ് റിയാസിന് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു. ഇനി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് പിണറായി വിജയൻ. അത് ചെയ്തില്ലെങ്കിൽ പിണറായി വിജയനെ വരിച്ച് താഴെയിടാനും മുഹമ്മദ് റിയാസിന് അറിയാം. അതിനുള്ള കയ്യിൽ ആവശ്യത്തിലധികം തെളിവുകളുണ്ട്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ്. എനിക്ക് തോന്നുന്നത് പിണറായി വിജയനെയും മരുമകൻ മുഹമ്മദ് റിയാസിനെയും കണ്ടിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. നാട്ടിലെവിടെയെങ്കിലും ഒരു ഗർഭമുണ്ടെങ്കിൽ അത് ദിവ്യഗർഭമാക്കിയ തൻ്റേതാണ് കുഞ്ഞെന്ന് പറഞ്ഞ് പരത്തുന്ന ഒരാളാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ആ എട്ടുകാലി മമ്മൂഞ്ഞ് ആയി വന്നിരിക്കുകയാണ് മുഹമ്മദ് റിയാസും അതേപോലെ പിണറായി വിജയനും. വിഴിഞ്ഞം പോർട്ട് എല്ലാ തരത്തിലും അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിപ്പിച്ച് കിടത്തിയിരുന്ന പിണറായി വിജയൻ അവസാനം അധികാരം വന്നപ്പോൾ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സാധ്യതകളും വലിയ നേട്ടങ്ങളും മനസ്സിലാക്കുകയും അങ്ങനെ ആ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ 6 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. അതായത് 2019 ഉമ്മൻചാണ്ടി സർക്കാർ വെച്ച പ്ലാൻ പ്രകാരം പൂർത്തീകരിക്കണം. അതിനുള്ള ഫണ്ടും നീക്കിവെച്ചിരുന്നു. 5500 കോടിയോളം രൂപയാണ് കേരള ഗവൺമെൻറ് നീക്കിവെച്ചത്. 817 കോടി രൂപയാണ് കേന്ദ്രം റീഫണ്ടായിട്ട് തന്നിരിക്കുന്നത്. ബാക്കി പൈസ പണം ടോട്ടൽ 8000 രൂപയിൽ ബാക്കി തുക ഈ പറയുന്ന അദാനി ഗ്രൂപ്പാണ് മുടക്കിയത്. എന്തായാലും അദാനി ഗ്രൂപ്പിന് വൻ ലാഭം കൊയ്യുന്ന ഈ പദ്ധതി ആണെങ്കിലും ഇത് കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ആയതിനാൽ, ലോക മാപ്പിൽ കേരളത്തിൻ്റെ പേരുണ്ടാക്കുന്നതിനാൽ ആ വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. എന്നാൽ പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും എന്തിന് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പോലും മടി കാണിച്ചു, ഒളുപ്പില്ലാതെ എന്ന് പറയാൻ പറ്റും. ഇവരെല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്. നന്ദി, നമസ്കാരം.